ഹലോ മലയാളീസ്, എന്നാ ഉണ്ട്? അപ്പോൾ നമുക്ക് ഇന്നത്തെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഇവിടെ കിട്ടുന്ന മുന്തിരി കൊണ്ട് വൈനിട്ടാലോ. ക്രിസ്മസ് ആണ്, ഓണമാണ്, അപ്പം എങ്ങനെയാ ഒരൊക്കെ നോക്കിയാലോ. അപ്പോൾ ഇറ്റ്സ് മീ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. ഈ കാണുന്ന മുന്തിരിയാണ് നമ്മളിന്ന് വൈനിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി മുന്തിരി അതിൻ്റെ നെടുപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. ഭയങ്കര പാടുള്ള പരിപാടിയാണത്. കാരണം ചെറിയ മുന്തിരിയാണ് ഇവിടുത്തെ നമുക്ക് കിട്ടിയേക്കുന്ന മുന്തിരി. ബാക്കി പരിപാടി നടക്കാം. ഞാൻ അതിലാണ് നടക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഇരിക്കുന്ന ക്യാമറ മേടിച്ച് എന്നെ പണി കേൾപ്പിച്ചിട്ട് ബാക്കി ഞാൻ ഷൂട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ഒരാൾ ക്യാമറ മേടിച്ചുകൊണ്ട് ദാണ്ട പോകുന്നു. എങ്ങോട്ടാണോ അവ കിട്ടിയാൽ മതിയായിരുന്നു. ഡിസംബർ 25-ാം തീയതി, അതായത് ക്രിസ്മസിന് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈൻ ഇടുന്നത്. എവിടം വരെ കൂടിപ്പോയാൽ ഒരു മാസം, മിക്കവാറും ഇത് ഓണത്തിന് പൊട്ടിക്കും. കാരണം എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ബസ്റ്റ് ആയോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പൊക്കും തോറും നമ്മൾ ഇതിൽ നിന്ന് ഓരോ ഗ്ലാസ് അടിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു കഴിവേ. ഇത്രയല്ല കേട്ടോ നമ്മുടെ കയ്യിൽ മുന്തിരി ഉള്ളത്. 2 കൂടും നിറച്ചുമാണ് നമ്മൾ മുന്തിരി പറിച്ചേക്കുന്നത്. പറിച്ചപ്പോൾ ഓർത്തില്ല അത് ഇത്രയ്ക്കും വലിയ പണിയാകുമെന്ന്. എന്തായാലും ചെയ്താലേ പറ്റൂ. ഒറ്റ കൂണ്ടാത്ത മുന്തിരിയാണ് ഇത് മൊത്തം. ഇതുകൂടാതെ ഒരു കൂട് മുന്തിരിയും കൂടി നമ്മുടെ കയ്യിലുണ്ട്. ക്യാമറ പിടിച്ചുണ്ടാക്കുന്ന എന്നെയും കൂടി അവർ പിടിച്ച് പണിയെടുപ്പിക്കാനിരുത്തി. നീ ഇങ്ങനെ ഇപ്പോൾ ക്യാമറ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മൾ മുന്തിരി എല്ലാം വേർതിരിച്ചെടുത്തു. പെടക്കണ മുന്തിരി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനി മുന്തിരി എല്ലാം കഴുകി അതിൻ്റെ നെറ്റും നെടുപ്പും എല്ലാം മാറ്റിയെടുക്കണം. അതിനും ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ആ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നമ്മൾ സാധനം കൈമാറി. ഇത് മൊത്തം നമ്മളിപ്പോൾ പറിച്ച മുന്തിരിയുടെ വേസ്റ്റാണ്. ഇതും കൊണ്ട് വൈനിടാൻ പറ്റുമായിരുന്നെങ്കിൽ വൈനിടുന്ന ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇനി പഞ്ചസാര ഉരുക്കിയെടുക്കണം. അതിനുമുണ്ട് നമ്മുടെ സ്പെഷ്യലിസ്റ്റ്. എത്ര കിലോ പഞ്ചസാര കിടക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഒരു സൈഡിൽ ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവരെയൊക്കെ മനസ്സിൽ താനിച്ച് ആ ദേഷ്യം മൊത്തം മുന്തിരി തീർക്കുന്നു. നമ്മളെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അതായത് മുന്തിരിയുടെ ചാറ് നെക്കി പിരിഞ്ഞെടുക്കുന്നു എന്ന വാസ്തവം. ദേഷ്യം തീർത്ത മുന്തിരി നീര്, ഉരുകി തീർന്ന പഞ്ചസാര, പിന്നെ ഈസ്റ്റ്. ഇനി ലോലപ്പിൻ്റെ മിശ്രിതമെല്ലാം ഈ ഭരണിയിലേക്ക്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉമാരെയെല്ലാം എയർ ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ച് ഇരുട്ടത്ത് വെക്കണം. വെട്ടം കണ്ട ഉമാർക്കൊന്നാണോ എന്താണോ അറിയില്ല കേട്ടോ. ഞങ്ങളുടെ കണക്കൂട്ടലെല്ലാം തെറ്റി. കയ്യിലുള്ള ഭരണിയിൽ കൊള്ളുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മിച്ചം വന്നു. പിന്നെ അവിടെ ഇവിടെ ഓടി നടന്നുള്ള പാത്രങ്ങളെല്ലാം പൊക്കി. അവസാനം ഇത്രയും ഉണ്ടായിരുന്നു. ബാക്കി വീഡിയോ തുറക്കുമ്പോൾ കാണാം. ബൈ.